ഈ സ്ഥലത്തിൻ്റെ പേര് ഇസ്ല എന്നാണ്. ഇസ്ല ബസ് നമ്പർ 1 ഇസ്ലയാണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് ഫ്രീ ആണ് ബോട്ടിങ്. ബസ് ടാപ്പ് ചെയ്യണ പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ബോട്ടിംഗ് ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് വിചാരിച്ചു. കണ്ടേച്ചല്ല, കയറിയേച്ച് പോകാമെന്ന് വിചാരിച്ചു. മാൾട്ടയിലെ അത്യാവശ്യം നല്ലൊരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുന്ന് ബോട്ടിൽ കയറിയിട്ട് വല്ലറ്റേക്ക് പോകാൻ പറ്റും. ബോട്ട് വഴി നമുക്ക് വല്ലറ്റേ പോകാൻ പറ്റും. അപ്പോൾ ആ ബോട്ടിങ്ങിൽ പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. ബോട്ടിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഫുള്ള് ഷിപ്പും ബോട്ടും. അപ്പോൾ നമ്മൾ ബോട്ടിങ് അന്വേഷിച്ച് പോവാണ്. അപ്പോൾ എവിടെയാണെന്നൊന്നും അറിയില്ല. നമ്മൾ പോയി കണ്ടുപിടിക്കണം. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മൾ വഴിയിലൊരാളെ കണ്ട് പരിചയപ്പെട്ടു. ഒരു സായിപ്പിനോട് ചോദിച്ചു. സായിപ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു മലയാളി ചേട്ടനും കണ്ട് പരിചയപ്പെട്ടു. അപ്പോൾ ആള് റൂട്ട് മാപ്പൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാം. അപ്പോൾ ബോട്ടിങ് കയറാൻ പറ്റുന്ന ഓക്കെയാണ്. സംഭവം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ 2 പേരുണ്ട്. പക്ഷെ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഓടും. അവരിവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒറ്റ ഓട്ടമായിരിക്കും. എങ്ങോട്ടാണ് പോകണേന്ന് ഒന്നും അറിയണ്ടാവില്ല. പക്ഷെ ഭയങ്കര ഓട്ടമായിരിക്കും. ഓടി എവിടെ എത്തി സ്പീഡ് ബോട്ട് എടുത്ത് പോയി തോന്നുന്നു. നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നല്ല രസമാട്ടോ അവിടെ. ഈ സ്ഥലമൊക്കെ നല്ല രസമാണ്. നമ്മൾ കയറാൻ പോണ ബോട്ട് ഞാൻ ചോദിച്ചു എങ്ങനത്തെ ബോട്ടാണ്. ഇവിടെ തുഴഞ്ഞു പോണ ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിയ സമയത്ത് ഒരു ചേട്ടൻ കാണിച്ചു തന്നു. ഇതാ ഈ ബോട്ടാണ്. നല്ല രസമാട്ടോ. നമ്മൾ മുകളിലത്തെ ഫ്ലോറിൽ ഓപ്പൺ എയറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഫീലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ വീഡിയോ ഒക്കെ കയറിയിട്ട് നമുക്ക് വിശദമായി കാണിച്ചു തരാം. അരമണിക്കൂർ ഇടവിട്ട ബോട്ടിംഗ് ഉള്ളൂ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നിൽക്കണം. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തേക്കാം. ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഇവിടെ നിൽക്കാനൊക്കെ പറ്റും. പക്ഷേ നിന്ന് കഴിഞ്ഞാൽ കഷ്ണം നീങ്ങി പോകുന്ന സംശയം. ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങുന്നു. ഇവിടെ മലയാളീസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വന്ന പ്രദേശത്ത് ഞാൻ കണ്ടില്ല കേട്ടോ. കുറവാണ്, വളരെ കുറവാണ്. ടൂറിസ്റ്റ് മാത്രമേ ഉള്ളൂ. ടൂറിസ്റ്റും കുറേ ബോട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇഷ്ടം പോലെ ബോട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ബോട്ട്. ഇതൊക്കെ ഇവിടുത്തെ ബോട്ടാണ്. മെഡിറ്ററീന കിട്ടും. കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ബോട്ടും അങ്ങനെ കപ്പിൾസിനൊക്കെ ഇവിടെ വരാം. നല്ല അടിപൊളി ഏരിയ ആണ്. ബോട്ടിന് പൈസ കൊടുക്കണം, ചുമ്മാ എടുക്കില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ കയറുന്ന ബോട്ട് നമ്മുടെ ബെസ്കാർഡ് ടാപ്പ് ചെയ്ത് കയറുന്ന റൈറ്റാണ്. ബോട്ടിങ് തുടങ്ങാറായി. അങ്ങനെ നമ്മൾ ഇസ്ലായിലെ ബോട്ട് സർവീസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ബോട്ട് അരമണിക്കൂർ ഇടവിട്ട് വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ വെയിറ്റിംഗ് തുടരുന്നു. അതുവരെ ഇവിടുത്തെ ബോട്ടുകൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ. ഇവിടുത്തെ സീ വാട്ടറിൻ്റെ കൂടെ ഉള്ള ജേർണി ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ ഇന്നത്തെ ആ ഒരു വണ്ടർ അടിച്ച് നമ്മൾ ഇത്രയും ബോട്ടിൽ കയറാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആകാംക്ഷയോടുകൂടി വന്നത് നടക്കും. കാര്യം ഞാൻ ബോട്ടിൽ കയറിയിട്ടുണ്ട്, ഷിപ്പിലും കയറിയിട്ടുണ്ട്. പക്ഷേ ഒരു മെഡിറ്ററേനിയൻ സീ കൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഫീലുണ്ടോ എന്ന് നോക്കട്ടെ, കയറി നോക്കാൻ പറയാം ഫീലാണോ. ഇതാണ് നമ്മൾ കയറുന്ന ബോട്ട്. നമ്മളിപ്പോൾ ബോട്ടിൽ കയറുവാണ്. പുള്ളിക്കാതെ ഓടി. ഇതാണ് വൈബ്. ഇവിടെ ഇരിക്കെ.
പേടിയോ ഇതൊക്കെ ഞങ്ങൾ അഭിനയം ചെയ്യുന്നത് അറിയാതിരിക്കുന്ന പോലെ ഇതിനൊക്കെ എന്താണ് വേണ്ടത് ചോദിച്ചു നടക്കുകയാണോ ചരിത്ര പ്രശസ്തമായ അപ്പോൾ നമ്മുടെ ഇസ്ലാലെ ബോട്ടിങ്ങും കഴിഞ്ഞു അവസാനിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വല്ലറ്റയിലായിട്ടാണ് വന്ന് ഇറങ്ങിയേക്കണേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാം. ബോസോയ്ക്ക് തഞ്ചാക്കാട് വെച്ച് പോകാൻ പറ്റില്ല. ഇതാണ് നമ്മൾ വന്ന ബോട്ട്. അരമണിക്കൂർ ഇടവിട്ടാണ് ബോട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും കയറി ഫില്ലായിട്ടാണ് ഈ ബോട്ട് എടുക്കൽ. നമ്മുടെ ഇസ്ല ബോട്ടിംഗ് ട്രിപ്പ് കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ കാണാം.